Now we will discuss about the third example, mass thrown vertically upward and escape velocity. രണ്ട് എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതുപോലെ തന്നെ ആദ്യത്തെ നമ്മൾ ഏതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ചെയ്തു. പിന്നെ അതുപോലെ മാസ് ത്രോൺ അപ്വേർഡ് തന്നെ യൂണിഫോം ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ കണ്ടുപിടിച്ചു. അത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg കൊടുത്തിട്ട് അല്ലെ, എഫ് ഇസ് ഈക്വൽ ടു mg കൊടുത്തിട്ടും കണ്ടുപിടിച്ചു. സിമ്പിൾ ഹാർമോണിക് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് kx കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അത് സോൾവ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു മാസ് നമ്മൾ എന്ത് ചെയ്യാണ്, എർത്തിന്റെ സർഫസ് നിന്ന് മുകളിലേക്ക് എറിയാണ്. ആ എക്സാമ്പിൾ ആണ് പഠിക്കുന്നത്. അപ്പൊ വർക്ക് എനർജി തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, മാക്സിമം ഹൈറ്റ് എത്ര പോവും, അതുപോലെ തന്നെ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്ത്. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എർത്തിൽ നിന്ന് പോവാ അല്ലെ, എത്ര വെലോസിറ്റിയിൽ പുറത്തേക്ക് പോകും എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എസ്കേപ്പ് വെലോസിറ്റി. ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ എഫക്ട് പോയിട്ട് എർത്തിന്റെ സർഫസിൽ നിന്ന് പോകുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ +2 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ നമ്മള് എന്താ ചെയ്യുന്ന വെച്ചാല്, ഒരു മാസ് ഒരു സ്മോൾ എം ആണ്, സ്മോൾ എം മാസ് പ്രൊജക്ട് ചെയ്യാണ്, ക്യാപിറ്റൽ എം മാസ് ഓഫ് ദ എർത്ത്, റേഡിയസ് ഓഫ് ദ എർത്ത്, v0 ഇനീഷ്യൽ സ്പീഡ് കൺസിഡർ ചെയ്യാം. നമ്മൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം എന്തായിരുന്നു പറയാം, ½mvf². എന്താണ് vf? എന്താണ് ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആയിരുന്നു. ഓക്കെ, അപ്പൊ r to r എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ദ എർത്ത്. ഇത് എർത്ത് ആണ്, എർത്തിന്റെ റേഡിയസ് r ആണ്, മാസ് m ആണ്. ഇവിടുന്ന് പോകുന്ന ദൂരമാണ് നമ്മൾ r ആയിട്ട്, സ്മോൾ r ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ r to r വർക്ക് ഡൺ കണ്ടുപിടിച്ചത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് സോൾവ് എഫ് കൊടുക്കുക, മൈനസ് ആണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് gmm/r² കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ കോൺസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് എടുക്കാം. ആർ ടു മാക്സിമം എത്ര പോകും നോക്കാം. മാക്സിമം ആർ മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ എന്താണ്, 0 ആണ്. അതായത് അതിന്റെ പെർട്ടിക്കുലർ ഹൈറ്റിൽ എന്താണ്, 0 ആണ്, നിൽക്കുമല്ലോ കല്ല്, ആ ഒരു പോയിന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഫൈനൽ നമ്മൾ എന്ത് ചെയ്യുക, 0 ആയിട്ട് എടുക്കുക. ആർ മാക്സിമം ആയിട്ട് കൊടുക്കുക. 1/r² ഇന്റഗ്രേറ്റ് ചെയ്യുക. 1/r² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, r⁻n ഫോർമുല യൂസ് ചെയ്യുക. r⁻n ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁻n+1/n+1 ആ വരിക അല്ലെ, r⁻n+1/n+1. അപ്പൊ ഇവിടെ r⁻−2 ആണ്. അപ്പൊ -2 + 1/-2 വരും. അപ്പൊ -1/r വരും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതിനെ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യാം. v0 ഇവിടെ വെക്കുക, 2gm താഴേക്ക് എഴുതുക. v0² ആണ്, 2gm താഴേക്ക് എഴുതുക. 1/r - 1/r മാക്സിമം. എന്നിട്ട് അതിന് 1/r മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് വെക്കാം, മറ്റതിന് ഈ സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. അതായത് 2gmr/2gm v0² ആയിട്ടുള്ള v0² r എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല കിട്ടും. റൈറ്റ്, ഇനി നമ്മൾ അതിനെ ഇതിന് എന്ത് കണ്ടുപിടിക്കുക, ആർ മാക്സ് കണ്ടുപിടിക്കുക. സിംപ്ലിഫൈ ചെയ്തിട്ട് r/1 - v0² r/2gm കിട്ടും. gmm/r² എന്താ നമുക്ക് അറിയാം, mg ആണെന്ന് അറിയാം അല്ലെ. പെർട്ടിക്കുലർ ഹൈറ്റില് gmm/ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg, മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് നമുക്ക് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ gm/r നമുക്ക് gr കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആർ മാക്സിന്റെ ഫോർമുല എന്തായിട്ട് പറഞ്ഞു, gm/r നമ്മൾ എന്ത് ചെയ്ത gr റെസിപ്രോക്കൽ ആണ്. അപ്പൊ gr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും നമുക്ക്. ആർ മാക്സിമം സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ ആർ മാക്സിമത്തില് r/1 - v0²/2gr ഫോർമുലയിലേക്ക് എത്തി. ഇനി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം, ആർ മാക്സിമം ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. അതായത് ഇൻഫിനിറ്റ് ഇതിലേക്കാണ് നമ്മളെ കല്ല് പോയത് എന്ന് വിചാരിക്കാം. അപ്പൊ അതിനൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ. ഇൻഫിനിറ്റ് റേഡിയസിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി എത്രയാന്നുള്ളതാണ് എന്ത് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എയറിൽ പോകുന്നാ പറയാം. അപ്പൊ സാറ്റലൈറ്റ് ഒക്കെ കണ്ടില്ലേ, എർത്തിന് പുറത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ പോകുന്ന പറയും. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയും കൂടുതലാണ്, അതിങ്ങനെ പാറിക്കൊണ്ട് നടക്കും. സാറ്റലൈറ്റ്സ് ഒക്കെ ആ ഒരു വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. സോ അതില് ഇൻഫിനിറ്റിൽ ആർ മാക്സിമം ഇൻഫിനിറ്റ് ആവുമ്പോൾ v0ന്റെ വാല്യൂ എത്രയാന്ന് നോക്കാം. ആർ മാക്സിമത്തിന് ഇൻഫിനിറ്റി കൊടുത്തു, v0 ബിക്കം എസ്കേപ്പ് വെലോസിറ്റി ആവും. അപ്പൊ ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തു. അപ്പൊ ദിസ് ടേം ഷുഡ് ബി എന്താണ്, ഇൻഫിനിറ്റി ആവുമ്പോൾ 0.
അല്ലെ? 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദിസ് 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ദിസ് ടേം ഷുഡ് ബി 0. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ദിസ് ടേം ഷുഡ് ബി 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? VE = √2GR നമുക്ക് ഫോർമുല കിട്ടും. ആറിന്റെ വാല്യൂം ജിന്റെ വാല്യൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ ജി 9.8 ആണ്, ആറ് 1.6 × 10⁶ ആണ്. അത് വാല്യൂ കൊടുത്താൽ 11 km/s. ദിസ് ഇസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് ഈ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ പുറത്തേക്ക്, അതായത് ഗ്രാവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പാറിക്കൊണ്ട് നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എർത്തിന്റെ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റും ഈ സ്പീഡ് പോവാണെങ്കിൽ, അതായത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാ, ചിലപ്പോൾ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്ര എനർജി വേണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എനർജി റിക്വയർ ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് 1/2 mv² കൊടുത്താൽ മതി. അപ്പൊ ഇത്ര മാസ് ഉള്ള 300 കിലോഗ്രാം ഉള്ള ഒരു സാറ്റലൈറ്റിന് എർത്തിന്റെ പുറത്തേക്ക് പോകണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ഭേദിച്ചിട്ട് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? അതിന് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. v എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ആണ്. അപ്പൊ 300 × എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ വരും. അപ്പൊ 80 × 10⁹ ജൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റ്സിനൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റും. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ക്രോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഒരുവിധം എല്ലാ ബോഡീനെയും എർത്ത് അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കല്ല് മുകളിലേക്ക് പോയാൽ താഴത്തേക്ക് വീഴുന്നില്ലേ? അപ്പൊ ഈ ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ അത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്.